അങ്ങനെ നാട്ടിലോട്ട് പോകാനായിട്ട് രാവിലെ 4:30 കുളിച്ചൊരുങ്ങി കുട്ടപ്പിയായിട്ട് എയർപോർട്ടിൽ എത്തി. അല്ല, ശരിക്കും പറഞ്ഞാൽ 4:30 ഞങ്ങൾ 3:45 ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി 4:15 എയർപോർട്ടിൽ വന്നു. അപ്പം അങ്ങനെ വന്നിട്ട് സാധാരണ സിനിമയിൽ നേരെ സ്ക്രീനിലോട്ട് പോയി ഏത് സോണിലാണ് പോകണ്ടേന്ന് പോയി നോക്കി. കാരണം ഞങ്ങൾ ഓൺലൈൻ ചെക്കിങ് ചെയ്തിട്ടുണ്ടായിരുന്നു, വലിയ ടെൻഷനൊന്നും ഇല്ലായിരുന്നു. അപ്പം നമ്മളിങ്ങനെ അവളുമായിട്ടൊക്കെ ഇങ്ങനെ നടന്ന് അപ്പോൾ ഈ സെക്യൂരിറ്റി ചെക്കിനും കാര്യങ്ങളും ഒക്കെ ചെയ്ത്. പക്ഷേ എനിക്കാണെങ്കിൽ ഭയങ്കര ടെൻഷനാണ്. ഈ സെക്യൂരിറ്റി ചെക്കിങ് കഴിയുന്നവരെ എപ്പോഴും ഈ കൊച്ചിൻ്റെ ഫുഡ് ഉള്ളത് കൊണ്ട് അവരുടെ ആ പെട്ടി മറ്റേ സൈഡിലോട്ട് പോകും. എന്നാലും കൊച്ചിൻ്റെ ആന്ന് പറഞ്ഞാലും എന്തെങ്കിലും ഒരു സാധനം ബാഗേജ് മറന്നിട്ടുള്ളത് ഭയങ്കര ടെൻഷനാണ്. അങ്ങനെ ഞാൻ സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞപ്പോൾ നൈസായിട്ട് കൊച്ചിനെ ജിജോടയിലോട്ടുള്ളത് ഹാൻഡ് ഓവർ ചെയ്തു. പിന്നെ ഞാൻ അധികം ഐ കോണ്ടാക്റ്റ് കൊടുക്കാതെ അങ്ങോട്ട് ഇരിക്കുകയായിരുന്നു. കാരണം ഐ കോണ്ടാക്റ്റ് കൊടുക്കുകയാണെങ്കിൽ ഞാൻ എടുക്കാൻ പറയും. എനിക്കാണെങ്കിൽ നടുവേനെ എടുത്തിട്ട് മേലായിരുന്നു. പിന്നെ വീട്ടിൽ പോകുന്ന കാര്യത്തിൽ ഒരു സന്തോഷമുണ്ട്, ഒരു സങ്കടമുണ്ട്. എന്നാന്ന് വെച്ചാൽ സന്തോഷം എന്നാന്ന് വെച്ചാൽ വീട്ടിൽ പോകുമ്പോൾ അപ്പനെ കാണാം. സങ്കടം എന്നാന്ന് വെച്ചാൽ അമ്മ UK അല്ല, അപ്പം അമ്മയില്ല. അതൊരു മിസ്സിങ് തന്നെയാണ്. അതും പോരാഞ്ഞിട്ട് അമ്മ എന്നോട് വർത്താനം പറഞ്ഞു, ഇപ്രാവശ്യം വീട്ടിൽ ചെന്ന് നോക്ക്, അമ്മയില്ലാത്തപ്പം വീട് എങ്ങനെയുണ്ടെന്നൊന്ന് നോക്ക്, എന്നായാലും ഒരു ദിവസം അത് ശീലിക്കേണ്ടതല്ലേന്ന്. അതുകൂടെ കേട്ടപ്പോൾ എൻ്റെ ചങ്ക് പൊട്ടി തകർന്നാണ് ഞാൻ നാട്ടിലോട്ട് ഇപ്രാവശ്യം പോകുന്നത്. എന്താണേലും അതെല്ലാം കഴിഞ്ഞ് അങ്ങനെ ഇരുന്നപ്പം വിശന്ന് എൻ്റെ പൂക്കാണ്ടി പറയാൻ തുടങ്ങി. പക്ഷെ എന്നാലും ജിജോയെ നോക്കി ചോദിക്കുമ്പോൾ ഞാൻ അവൾ എടുക്കാൻ പറഞ്ഞാലോ എന്നോർത്ത് അവളിരുന്നു. പിന്നെ കുറച്ച് ജിജോയ്ക്കും വിശക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ടും കൂടെ അവിടെ കുസ്റ്റയിൽ പോയി കഴിച്ചപ്പോൾ ഒടുക്കത്തെ ചൂടാക്കിയാണ് അവർ തന്നത്. എൻ്റെ അണ്ണാക്കും പൊള്ളി ആർത്തി കൂടി കവളും കടിച്ച് പറിച്ച് ഞാൻ അവിടെ ഇരുന്നത് കഴിക്കുകയായിരുന്നു. അങ്ങനെ കഴിച്ചോടുള്ളപ്പോഴും ജിജോട് ഇപ്പോഴത്താണ് കൊച്ചിരിക്കുന്നത്. അവൾ ചക്കി എന്നൊക്കെ എന്നെ വിളിച്ചാൽ ഞാൻ അധികം ഐ കോണ്ടാക്റ്റ് കൊടുക്കാതെ എന്നാ ഒളിഞ്ഞു നോക്കി അവൾ എന്നാ ചെയ്യുന്നതെന്നൊക്കെ നോക്കിയായിരുന്നു. കാരണം കണ്ണി നോക്കിയോ അവൾ പിന്നെ എടുക്കാൻ പറയും. എടുത്തു കഴിഞ്ഞാൽ പിന്നെ ജിജോയുടെ അടുത്തോട്ട് പോകത്തുമില്ല. അതാണ് പ്രശ്നം. അത് എനിക്ക് ഇഷ്ടക്കുറവൊന്നും ഉണ്ടായിട്ടില്ല. എൻ്റെ നടുവിനും കൈക്കും എന്നെ തീരെ ഇഷ്ടം അല്ല. അപ്പം ഞാൻ മേടിച്ചത് എന്തോ ഒരു ചിക്കൻ്റെ സാധനവും പിന്നെ ഒരു ഹോട്ട് ചോക്ലേറ്റുമായിരുന്നു. ഒന്നും പറയണ്ട, ഹോട്ട് ചോക്ലേറ്റ് മാതിരി ഖദിനാവടിയുടെ സാധനത്തിൽ തരുന്ന പോലെ അത് നിറച്ചങ്ങോട്ട് വന്നിട്ട് കുടിച്ച് എൻ്റെ ഗ്യാസും കയറി പണ്ടാരിറങ്ങിയാണ് ഞാൻ നാട്ടിലെത്തിയത്. എന്ത് വേണേലും നല്ല അടിപൊളി സാധനമായിരുന്നു അത്. ഞാൻ ഈ ചിന്തിക്കുന്നത് മുഴുവൻ അടുത്തത് എന്തായിരിക്കും കഴിക്കാനുള്ളത് എന്നാണ്. കാരണം എനിക്ക് ഫ്ലൈറ്റിൽ കയറിയ ഫുഡ് കഴിക്കാൻ വളരെ ഇഷ്ടമാണ്. ചില ഫ്ലൈറ്റുകൾ ഞാൻ എടുത്ത് പറയുന്നില്ല. അതിലിപ്പോൾ ഞാൻ കയറുന്ന സമയത്ത് വയറിളകി വന്ന് വരുന്നതിൻ്റെ ഒരു 2-3 ദിവസം ആശുപത്രിയിൽ പോയാലാണ് പണി. എന്ന് പറഞ്ഞാലും എനിക്കെന്തോ ഒരു ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാൻ. അപ്പം കാരണം ഇങ്ങനെ ഒരു എക്സൈറ്റഡ് ആണ്. എന്താണ് കിട്ടാൻ പോകുന്നത്. എപ്പോഴും ഞങ്ങൾ എയർപോർട്ടിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ വാരി വിളിച്ച് കഴിഞ്ഞു. അപ്പം ഞങ്ങൾ രണ്ടും വിശപ്പിൻ്റെ അസ്കരയുള്ള ആൾക്കാരാണ്. അങ്ങനെ ഞാൻ ഹോട്ട് ചോക്ലേറ്റ് ഒക്കെ ഊതി ഗുപ്തൻ അണ്ണാക്കിലേക്ക് ചായ ഒഴിക്കുന്നത് പോലെ ഊതി കുടിച്ചുകൊണ്ടിരുന്നത്. അപ്പം ജിജോ പറയുന്നു കൊച്ചു അപ്പി ഇട്ടും തോന്നുന്നു. അപ്പം ഞാൻ തീരെ ഐ കോണ്ടാക്ട് കൊടുക്കാതെ അങ്ങിരുന്നു നോക്കിയ പിന്നെ ഞാൻ മറന്നോളൂ. ചുറ്റൂരൊക്കെ ഇട്ട് കാണിച്ച് ടോയ്ലറ്റിൽ പോയതാ. ചെന്ന് കയറിയത് ആരുടെ ടോയ്ലറ്റിലായി പോയി. എന്നിട്ട് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ ഒരു ചേട്ടൻ എന്നുമ്പോഴൊന്ന് ഞാൻ എന്ന് പറഞ്ഞ് വായു വിളിച്ച് നിൽക്കുകയും തുടയ്ക്കാൻ നിൽക്കുന്ന ചേട്ടൻ എന്നെ ഇങ്ങനെ എന്നെ കാണിച്ചപ്പോൾ അപ്പുറത്താൻ കാണിച്ച് അപ്പം കാലുകുത്തുന്നതിന് മുന്നേ സുട്ട് തുടങ്ങിയല്ലോ ഈശ്വര. ചമ്പലും നാറലും ഒന്നും നമ്മുടെ ഒരു രോമത്തിൽ പോലും വേഷമില്ല. നമ്മുടെ രക്തത്തിലുള്ളതല്ലേ. എങ്ങനെയാണെങ്കിലും എല്ലാം കഴിഞ്ഞ് ദൈവം സഹിച്ച് ഞങ്ങൾ വന്ന് ഫ്ലൈറ്റ് കയറി ഇരുന്നപ്പോൾ അങ്ങോട്ടൊരു മൂവ്മെൻറ്റ് കിട്ടുന്നില്ലെന്നേ. കയറി ഉടനെ ആണെങ്കിൽ ജിജോയും കൊച്ചും പൂക്കുറ്റി ഉറക്കും. എനിക്കാണെങ്കിൽ ഈ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നത് ലാൻഡ് ചെയ്യുന്നത് കാണണം. അത് നിർബന്ധം. ഇല്ലെങ്കിൽ എൻ്റെ മനസ്സിൽ ഭയങ്കര ടെൻഷനാണ്. അങ്ങനെ ഇരുന്നപ്പോഴാണ് ദാൻ്റെ വായും തുറന്നിറങ്ങി ജിജോ തുപ്പല് വിൽക്കുന്നത്. അത് കണ്ടപ്പം എനിക്കൊരാശ്വാസമായി. കാരണം ഉറക്കം പോയല്ലോ, എന്നാലും പാവമുണ്ട്. കാരണം അവന് എൻ്റെ യൂട്യൂബിൽ ഒരു സബ്സ്ക്രൈബറാണ്. അപ്പം ഇത് കണ്ടു കഴിയുമ്പം എന്നെ എടുത്തിട്ട് ഇടിക്കാതിരിക്കാൻ ഞാൻ പറയുകയാണ്, പാവം ജിജോ തുപ്പില് വിൽക്കി എവിടെ കിടന്ന് പിടയുകയാണ്, സുഹൃത്തുക്കളെ പിടയുകയാണ്. അത് കണ്ടിട്ട് ചങ്ക് പൊട്ടി ഞാൻ കൊച്ചിനെ കെട്ടിപ്പിടിച്ച് മനസ്സിൽ കരയുന്നുണ്ട് കേട്ടോ. ജിജോ
ഓക്കെ, അപ്പം പറഞ്ഞു വന്നെന്നാന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ ഫ്ലൈറ്റ് കയറുന്നപ്പോൾ ഈ പൈലറ്റാണ് ഈ കിടന്ന് അനൗൺസ്മെൻറ്റ് 15 മിനിറ്റ് ലേറ്റ് ആകും. 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു 15 മിനിറ്റ് ലേറ്റ് ആകും എന്ന് പറഞ്ഞ് അനൗൺസ് ചെയ്തു. അപ്പോൾ ആണെങ്കിൽ ഇനി മിണ്ടാരും പിടിക്കാനൊന്നും ആരും രണ്ടുപേരും ഓർക്കല്ലേ. പിന്നെ ജിജോ ഉണർന്നിരുന്നപ്പോൾ എനിക്കൊരു ആശ്വാസമായി. അങ്ങനെ നാട്ടിൽ പോകുന്ന ആ ഒരു സന്തോഷത്തിൽ, ആ ഒരു വ്യഗ്രതയിൽ, ആ ഒരു നാണത്തിൽ ഇരിക്കുന്ന ഇരിപ്പാണ് ഈ ഇരിക്കുന്നത്. എന്നാലും ഇടയ്ക്ക് അമ്മയെപ്പറ്റി ആലോചിക്കുമ്പോൾ പെട്ടെന്നൊരു സങ്കടമൊക്കെ അങ്ങോട്ട് കയറി വരും. കാരണം അമ്മയില്ലാത്തൊരു വീട് എന്ന് പറയുന്നത് എനിക്ക് ആലോചിക്കാൻ പോലും പറ്റത്തില്ല. അങ്ങനെ ഞങ്ങളുടെ ഫ്ലൈറ്റ് എടുത്തു. ഫ്ലൈറ്റ് ആണെങ്കിൽ നോക്കിയപ്പോഴല്ലോ ഇവന്മാരങ്ങോട്ട് ഓടിച്ചോടിച്ച് ചുമ്മാ അങ്ങ് കളിക്കുക. എനിക്കാണെങ്കിൽ ആദ്യം ഫ്ലൈറ്റ് ഓടാൻ തുടങ്ങിയപ്പോൾ ഞങ്ങളുടെ പഴയ ബേബിച്ചേട്ടൻ ഓട്ടോ ഓർമ്മ വന്നത്. പതുക്കെ പതുക്കെ ആടി തൂങ്ങി ഓരോ പിള്ളേരെ കൊണ്ടുവിടുന്നത്. അപ്പം പുറകിലിരുന്നൊരു കൊച്ചി ചോദിക്കുന്നുണ്ട് ഇതെന്താ ഫ്ലൈറ്റ് പതുക്കെ പോകുന്നതെന്ന്. അപ്പം ആ കൊച്ചിൻ്റെ അപ്പം പറഞ്ഞു ഇപ്പം സ്പീഡിൽ പോകുന്ന പറഞ്ഞപ്പോൾ എനിക്കൊരു പ്രതീക്ഷയായി. അങ്ങനെ 8ാം ക്ലാസ് വരെ പൊക്കൊണ്ടത് ബേബിച്ചേട്ടൻ്റെ ഓട്ടോയിൽ നിന്നൊരു മാറ്റം വന്ന 8 തൊട്ട് +2 വരെ പൊക്കോണ്ടത് കൊണ്ടോടി ട്രാവൽസിൽ പൊക്കോണ്ടിരുന്നത് പോലെ എന്നെയും കൊണ്ട് എൻ്റെ ഫ്ലൈറ്റ് പറന്നൊരു പോക്ക. വലിച്ചലക്കി പറന്നടിച്ച് പോകുമ്പോൾ വേറെ കുറേ ഫ്ലൈറ്റൊക്കെ കണ്ടു. എത്ര തവണ കയറിയെന്ന് പറഞ്ഞാൽ ഇപ്പോഴും പ്ലെയിൻ കാണുമ്പോൾ ഒരു സന്തോഷം. അതായത് ഇനി പൊങ്ങി പോകുമ്പോൾ കാണുമ്പോൾ നല്ല രസം ആണെങ്കിലും ചെവിക്കകത്ത് ഭയങ്കരമായിട്ട് വേദന എടുക്കും. അപ്പോഴത്തേക്ക് പിള്ളേരൊക്കെ കിടന്ന് കൂവാൻ തുടങ്ങും. പിന്നെന്തായാലും എനിക്ക് എന്നെക്കാളും കൂടുതൽ ജിജോയ്ക്കാണ് കേട്ടോ വേദന എടുക്കുന്നത്. എന്തായാലും വലിയ തിരക്കേടില്ലായിരുന്നോ. അങ്ങനെ ഞങ്ങളിത് ആകാശവിധാനത്തേക്ക് പറന്നു പോകുകയാണ്. നമസ്കാരം, സഞ്ചാരത്തിലേക്ക് സ്വാഗതം എന്നതുപോലെ ഞാൻ എൻ്റെ കഴിവ് മുഴുവനെടുത്ത് കൊച്ചിനെയും കൈവച്ച് ഒറ്റ കൈ കൊണ്ട് ഞാൻ മിഴിയെടുക്കുകയാണ്. ജിജോട് പറയാണ്ടല്ലോ നടന്ന് ഒരങ്ങിയല്ലോ. അങ്ങനെ ഫുഡ് വന്നപ്പോൾ ജിജോ ചാടി എണീറ്റു. നല്ല ഫുഡൊക്കെ ആയിരുന്നു വന്നത്. പിന്നെ ഞങ്ങൾ ആപ്പിൾ ജ്യൂസും മേടിച്ചു. അങ്ങനെ ഇന്നപ്പോൾ അണ്ണാക്കിലേക്ക് അവൻ ചിക്കൻ്റെ ഒരു ചൂട് പീസ് എടുത്ത് തന്നു. ഫ്ലൈറ്റായി പോയതുകൊണ്ട് ഞാൻ വന്ന വിദ്വാനഭൂഷണ ഭാഷണങ്ങൾ എല്ലാം വായടച്ച് അങ്ങ് വെച്ചു. കാരണം നാട്ടുകാർ കേൾക്കരുതല്ലോ. അങ്ങനെ ഇരുന്നപ്പം പാവം അവൻ ഊതി അരച്ച് ന്യൂഡിൽസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ന്യൂഡിൽസൊക്കെ എടുത്തിട്ട് പതുക്കെ ആറ്റി അവൻ എനിക്കത് തന്നു. കാരണം എൻ്റെ കൊച്ചിരിക്കുന്നവർ കഴിക്കാൻ പറ്റത്തില്ലല്ലോ. നല്ല ഫുഡായിരുന്നു, നല്ല സ്മോക്കി ടേസ്റ്റുള്ള, അതെന്ന് കളയാക്കിയില്ല, നല്ല ഫുഡായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതൊക്കെ ഇരുന്ന് ഇങ്ങനെ കഴിക്കാൻ തുടങ്ങി. ഫ്ലൈറ്റ് തന്നെ റിപ്പയറിൽ ഞാൻ കഴിക്കട്ടെ. എത്ര വൃത്തിയായിട്ട സാധനമാണെന്ന് പറഞ്ഞാലും ഞാൻ കഴിക്കും. കാരണം കഴിച്ചില്ലെങ്കിൽ ഗ്യാസ് കയറിയാൽ എന്ത് പറ്റും? ടോയ്ലറ്റിൽ പോകണം. എനിക്കാണെങ്കിൽ ടോയ്ലറ്റിൽ പോകാൻ ഭയങ്കര മടിയുള്ള ആളാണ്. അപ്പം ഞാനിങ്ങനെ ചാവച്ച് കഴിക്കുമ്പോൾ മുഴുവൻ എൻ്റെ മനസ്സിൽ ഈശ്വരാ എൻ്റെ ചവ കെട്ടിട്ട് ഇവൾ ഉണരുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെയാണ് എൻ്റെ മനസ്സിൽ പൊയ്ക്കൊണ്ടിരുന്നത്. ഇവൾ ഉണരുന്നതിന് മുമ്പ് എങ്ങനെയും കഴിച്ചു തീർക്കണം എന്ന ലക്ഷ്യവുമായി ഞങ്ങൾ ഒരു തീറ്റ മത്സരത്തിൽ എന്നതുപോലെ മാറി അടിച്ച് കയറ്റുകയായിരുന്നു ഫുഡ്. അപ്പോൾ പറയാനുള്ളത് എന്നാന്ന് വെച്ചാൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഞാനെന്തോ പറയാനാ, ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ എൻ്റെ ദേഹം പറയാനെ എന്നെ പറയണമെന്ന് പോലും അറിയത്തില്ല. പിന്നെ കഷ്ടപ്പെടുന്നത് വീഡിയോ വെട്ടിക്കളയാൻ പറ്റുമോ? അതുകൊണ്ട് അതങ്ങോട്ട് വെച്ച് പറയുക. അത്രയ്ക്ക് അടങ്ങിയിരി. അപ്പം ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്താ ആലോചിച്ചെന്നൊന്നും ഇപ്പം എനിക്ക് ഓർമ്മയില്ല. കാരണം ഒന്നും ഉറങ്ങിയിട്ടപ്പോൾ ഞാൻ എല്ലാം മറന്നു പോച്ചാ. അപ്പം ജിജോ പറയുന്നുണ്ട് സൂപ്പറാ. അപ്പം ഞാനും പറഞ്ഞു സൂപ്പറാ. കാരണം എന്താണെന്ന് നിങ്ങൾ ചോദിക്കണം. കാരണം എൻ്റെ ഫുഡ് തിന്ന് വായ മരവിച്ച് പോയെടുത്തൻ്റെ അവസ്ഥയാണ് നിങ്ങൾ കാണുന്നത്. പിന്നെ അവൾ ഒന്നു അവൾ ചന്തുവിനെ തോൽപ്പിക്കാനാവില്ല മക്കളെ. അവൾ കരയുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ അവൾക്ക് വേണ്ടി മേടിച്ച കളിപ്പാട്ടങ്ങളെല്ലാം എടുത്തങ്ങോട്ട് നിരത്തി. ഞങ്ങൾ എന്നാ ചെയ്തതെന്ന് വെച്ചാൽ അത് പുതിയത് മേടിച്ചിട്ട് അവളെ കാണിച്ചു കൊടുത്തില്ലായിരുന്നു. അപ്പം ആ പുതുമയോടെ അവൾ അത് കണ്ടു വണ്ടടിച്ചു. വാവ് മമ്മ ഡാഡാ, നിങ്ങളത് സംഭവമാണെന്നുള്ള രീതിയിലായിരിക്കും മനസ്സിൽ ചിന്തിച്ചത്. അല്ലെങ്കിൽ അവൾ ഓർക്കുന്നത് എന്നാ ഒരപ്പനും അമ്മ എന്നാ മേടിച്ച് വെച്ചേക്കുന്നത് എന്നാണോ ചിന്തിച്ചതെന്ന് എനിക്കറിയത്തില്ല. അവൾ എന്താണേലും കൊടുത്ത കളിപ്പാട്ടങ്ങൾ എല്ലാം വെച്ച് കളിക്കാൻ തുടങ്ങി. ഇത്രയും സാധനങ്ങളൊക്കെ ആയിട്ട് ഫ്ലൈറ്റിൽ കയറുവാണെങ്കിൽ സത്യം പറയാനുള്ള കുറച്ചൊക്കെ ഒരു ആശ്വാസം ഉണ്ട്. കാരണം പിള്ളേർ കുറച്ച് നേരം അതിൻ്റെ പുറകെയൊക്കെ ഇരുന്നോണം. കുറച്ച് കഴിഞ്ഞാൽ അവർക്ക് വേറെ കൊച്ചിൻ്റെ സാധനം എടുത്ത് അവൻ കളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം പ്രിയ കൂട്ടുകാരെ, ഈ സാധനം മേടിക്കണമെങ്കിൽ നിങ്ങളുടെ കെട്ടിയവന്മാരെയും കൂടെ കുറച്ച് നേരം അവിടെ അടക്കി ഇരുത്താൻ പറ്റും. പിന്നെ കുറേ മണിക്കൂർ കഴിഞ്ഞപ്പം ഒരു ചിക്കൻ റോള് തന്നു. പക്ഷേ അവൾ അപ്പോൾ ഉണർന്നിരിക്കുകയാണ്. അവൾക്ക് എന്തോ ഞങ്ങൾ കൊടുത്തു. പേരാണോ മാങ്ങയാണോ എന്നൊന്നും ഓർക്കുന്നില്ല.
എന്തോ ഒരെണ്ണം കൊടുത്തു. അവൾ സീരിയസ് ആയി കരഞ്ഞു പിടിച്ച് എൻ്റെ നിന്ന് തട്ടിപ്പറിച്ച് വാങ്ങുന്നതിന് മുമ്പ് എങ്ങനെയെങ്കിലും ഇത് തീർക്കണം എന്ന് മാത്രമായിരുന്നു എൻ്റെ ലക്ഷ്യം. അതിൻ്റെ അകത്ത് ചിക്കനൊക്കെ അരച്ച് പറിച്ച് വെക്കുന്നതുകൊണ്ട് അധികം ചവയ്ക്കേണ്ട കാര്യമൊന്നുമില്ല, കാരണം അതിൽ ചിക്കനാണ് മറച്ച്. പക്ഷെ അത് ചിക്കൻ്റെ പൊടിയാണ്, അതുകൊണ്ട് നമ്മൾക്ക് അധികം ക്രഷ് ചെയ്യേണ്ട, മിഴുങ്ങി വിട്ടാൽ മതി. എന്നാലും ചവച്ച് അരച്ചാണ് ഞാൻ പണ്ട് തൊട്ട് കഴിക്കുന്നത്. ഇതൊക്കെ ഞാൻ എന്നതായി പറയുന്നത്? ഈ ഡേ ഇൻ മൈ ലൈഫ് ഇതൊക്കെ ചെയ്യുന്നവരെ സംബന്ധിക്കുന്നത് എന്തൊക്കെയായി പറയണം. എനിക്ക് ഇഷ്ടപ്പെടുന്നതാ. അങ്ങനെ ഞങ്ങൾ എല്ലാം കഴിഞ്ഞ് ലാൻഡിങ്ങിന് ഇരിക്കുകയാണ്. അപ്പം ലാൻഡിങ്ങിന് ചെയ്തപ്പോൾ ഞാൻ ചിരിയോട് പറഞ്ഞു, ഒരു വീഡിയോ എടുത്തതാണ്. അപ്പം അവന് ഉറപ്പ് ഭയങ്കരിക്കുന്നത് നല്ല മൂടലായതുകൊണ്ട് അവൻ വീഡിയോ എടുത്തു തന്നു. അപ്പം ഞാൻ ചാരി എന്തോണ്ട് പോകുന്നു പുറകോട്ട്. ഞാൻ അടുത്ത് മരം തടിച്ച് പുറകിരിക്കുന്നവരുടെ പുറകോട്ട് വീഴുവന്നു. അതെന്ത് വന്നറിയത്തില്ല. ഈ കിട്ടിയ സീറ്റ് പന്നയായതാണോ അതോ എൻ്റെ വെയിറ്റ് കാരണം അത് പോയതാണോ എന്നെനിക്കറിയത്തില്ല. എൻ്റെ മുഖത്ത് കാണാൻ പോകുന്ന ഇളക്കം ലാൻഡ് ചെയ്യുന്നതിൻ്റെയാണ്. വീണ്ടും ബേബിച്ചേട്ടൻ്റെ ഓട്ടോയിലേക്ക് ഞങ്ങൾ മാറുകയാണ്. അങ്ങനെ കട്ടറൊക്കെ ചാടി, വഴിയിൽ എപ്പോഴും കട്ടറായിരുന്നു, കട്ടറൊക്കെ ചാടി ചെവിക്കകത്തൊക്കെ വേദന എടുത്ത് പണ്ടാരമടങ്ങി ഞങ്ങൾ ഇതാ ലാൻഡ് ചെയ്യുകയാണ്. അതിൻ്റെ സ്ഥലത്വമാണ് ഈ കാണുന്നത്. കാരണം പിന്നൊരു 3 മണിക്കൂർ ഞങ്ങൾക്ക് അവിടെ ഇരിക്കണം. അത് കഴിഞ്ഞ് പിന്നെ ഒരു 4 മണിക്കൂറുകൾ കഴിഞ്ഞാൽ അപ്പനെ കാണും. ഖത്തറിൽ എത്തിയാൽ ആദ്യം ഞാൻ ഓടുന്നത് ടോയ്ലറ്റിലോട്ടാണ്. എനിക്ക് സന്തോഷം തരുന്ന കുറേ കാര്യങ്ങളുണ്ട്. 1 അതല്ല, 2 അതുമല്ല, 3 അതുമല്ല. എന്താണെന്നറിയാമോ? ഇതാണ് എനിക്ക് സന്തോഷം തരുന്ന സാധനം. കാരണം ടിഷ്യൂ ഉപയോഗിച്ച് മടത്തിരിക്കുമ്പോൾ ഈ ഒരു സാധനം കിട്ടുമ്പോൾ കാണുന്ന ഒരു ആശ്വാസമുണ്ടല്ലോ. പിന്നെ പെട്ടെന്ന് ശോകമായി ഇപ്പോൾ. എന്നാന്ന് വെച്ചാൽ 3 മണിക്കൂർ ഒറ്റയ്ക്ക് കുത്തിയിരിക്കുക എന്ന് പറയുന്നത് എന്നെയും കൂടെ നടക്കുന്ന കാര്യമല്ല. എനിക്ക് എവിടെയെങ്കിലും പിരിവിരുത്ത് നടന്നില്ലെങ്കിൽ അങ്ങോട്ട് ശരിയാവത്തില്ല. ഞാൻ പെട്ടെന്ന് ഡിപ്രഷനിലായിപ്പോയി. എൻ്റെ തനി നിറം ഒക്കെ പുറത്ത് വരാൻ തുടങ്ങി. ഉള്ളിലാണെങ്കിലും ഇൻ ആൻഡ് ഔട്ട്. ബിക്കോസ് എൻ്റെ മുഖം കണ്ടില്ലേ, കരിവാളിച്ചു പോയി. മേക്കപ്പ് പോയതാണ് ആരും വിചാരിക്കരുത്. കാരണം ഞാൻ ഫ്ലൈറ്റിൽ കയറുന്നതിന് മുമ്പ് ഒരു തുള്ളി മേക്കപ്പ് ലിപ്സ്റ്റിക്ക് ഒന്നും ഇടാറില്ല. അങ്ങനെ ഞങ്ങൾ അടുത്ത ഫ്ലൈറ്റിൽ കയറി. എൻ്റെ മോമുണ്ടോ അച്ഛനോടങ്ങാത്ത വീട്ടിൽ സലങ്കുമാർ ഇരുന്നാലെയാണ് ഞാൻ ആദ്യം ഇരുന്നെങ്കിലും ഉള്ളിൽ നിന്ന് ചിരിക്കാൻ ശ്രമിച്ചു. പക്ഷേ എൻ്റെ കൊനഷ്ട് സ്വഭാവത്തിൽ എനിക്ക് ചിരിയൊന്നും വരുന്നില്ലായിരുന്നു. ഞാനിങ്ങനെ ശോകമായി ഇരിക്കുകയാണ്. കാരണം മുഴുവൻ പിള്ളേരായിരുന്നു ആ ഫ്ലൈറ്റേര്. അപ്പം ഫ്ലൈറ്റ് എടുക്കാൻ തുടങ്ങിയപ്പോൾ ഞാനിങ്ങനെ വെളിയിലോട്ട് നോക്കി തലയൊക്കെ തിരുമിരിക്കുക. കാരണം ഒരു ഡേ കെയർ ചെന്ന പോലെയായിരുന്നു. ഒരു കൊച്ചു കരയുമ്പോൾ മറ്റേ കൊച്ചു കരയുമ്പോൾ ഇപ്പുറത്തെ കൊച്ചരെ. അതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ കൊച്ചു കുഴിച്ച കറച്ച എല്ലാം ഉണ്ടായിരുന്നു. അപ്പം ഞാനൊരു വിധം അവിടെ അടങ്ങിയിരുന്ന് വെളിയിലേക്കൊക്കെ നോക്കി ഒന്ന് സമാധാനപ്പെടാം എന്ന് വിചാരിച്ചപ്പോൾ വീണ്ടും എനിക്ക് അമ്മ ഓർത്തു. സങ്കടം വന്നു. എന്തൊക്കെയാണെങ്കിലും അമ്മ ഉള്ളപ്പോൾ ഒരു വൈബല്ലേ. അങ്ങനെ കൊച്ചി എത്തി മക്കളെ. പൊങ്ങി തരിഞ്ഞ് ഭംഗിപ്പോയി. എന്തൊക്കെ പറഞ്ഞാലും സേഫായിട്ട് നാട്ടിലെത്തി. എൻ്റെ ഒപ്പം വന്ന്